എല്ലാം തെറ്റാ. ഇനി ആർക്കെങ്കിലും ആ ഡീല് കൊടുത്തിട്ടുണ്ടോ? എന്താ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തേ. മനസ്സിലായില്ലേ? വെക്കാൻ ഓൾറെഡി ജാനീനെ പറഞ്ഞു വിട്ടല്ലോ. ഇവനെന്താ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അയ്യോ, അവൻ പെടുന്ന ലക്ഷണമാണല്ലോ. ഇനി ആ ചെട്ടി ഗ്യാങ്ങിനെ ദൈവം തന്നെ രക്ഷിക്കണം. ഗോവിന്ദ ഗോവിന്ദ. ജാനി, നിന്റെ ജെറ്റ് കീറുമെന്നാ തോന്നുന്നു. ഞങ്ങളുടെ കഥ മുഴുവൻ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടുകൂടെ? ധൈര്യമായിട്ട് പൊക്കോന്നേ, പക്ഷേ വെറുതെ കയ്യും വീശി പോവാൻ നിൽക്കരുത്. കട്ട് മുടിച്ചിട്ട് പൊക്കോന്നേ. നിങ്ങൾ എന്തേ പറയുന്നേ? ഞങ്ങളുടെ നാട്ടിലെ ഭ്രാന്ത് പിടിച്ചൊരു കാർന്നോട് അയാളുടെ കയ്യിൽ ഇട്ടുമൂടാൻ വേണ്ടത്ര കാശുമുണ്ട്. നിങ്ങൾ പോയി അത് മുഴുവൻ അടിച്ചു മാറ്റി അതിൽ പാതി ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി ഇങ്ങോട്ട് നിങ്ങൾ പോയിക്കോ. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടുമല്ലോ. സന്തോഷമായി കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ദാരിദ്ര്യം മറയ്ക്കാനുള്ള വഴിയാണ് പറഞ്ഞു തന്നെ. അത് മതി. നേരെ പോയി ആ വൃത്തിയായിട്ടവന്റെ വീട് കൊള്ളയടിക്കുന്നു, അത്രേ ഉള്ളൂ. എത്ര ദിവസം എടുക്കും? എത്ര ദിവസമെന്നോ? നിങ്ങൾ ആ അഡ്രസ് ഇങ്ങ് പറയും. കോഴി കൂവുന്ന സമയത്തിന് മുൻപേ മൊത്തം വലിച്ചു കൊണ്ടുവരാന്നേ. ഇനി പൂജ ചെയ്താലോ കലികാലമെതിരാ. ഇഹലോകം വെടിഞ്ഞവനെ മധുമാസം പുൽകിയോ. ചിലങ്കതൻ താളമായി തപ്പുകൊട്ടും നേരമായി പോകാമോ പൈതലേ ഇനി നിർത്ത ചുവടുമായി. ഇനി ബ്ലെസ്സിങ്സ് ഇനഫ്, നമ്മുടെ വർക്ക് ഫിനിഷ്. വന്ന ഗെയിം പ്ലേ ചെയ്, പാട്ട് പാടുമോ? നേരമായടാ, റൂട്ട് ക്ലിയറാ. രണ്ടുപേരെ കണ്ടില്ലേ അവിടെ? എവിടെ പോയവന്മാര്? അവിടെ ഉണ്ടായിരുന്നവന്മാർ എവിടെ പോയി ജാനി? നീ ഭയങ്കര സംഭവം തന്നെയാണ്. ഒരുപാട് പൊങ്ങി പോകാൻ നിൽക്കല്ലേ, നമ്മുടെ മുഹൂർത്തം കഴിഞ്ഞു പോകും. ജാനി, നീ ഇവിടെ എന്ത് നോക്കാന്നില്ല? സൂര്യണ്ണൻ കിണറിനടുത്ത് എന്തോ വഴിയുണ്ടെന്നല്ല പറഞ്ഞു. അയാൾ അങ്ങനെ പറഞ്ഞു? ഒരു മിനിറ്റ് നോക്കട്ടെ. കിണറിന്റെ തെക്ക് ഭാഗത്തായിട്ട് ജാനി, ഇവിടെ ഒരു കയറ് കിടക്കുന്നു. ഈ കയറിന് അറ്റവും ഇല്ലേ? ഇത് കുറെ ഉണ്ടല്ലോ. ജാനി, ഈ കയർ ഇയാളുടെ ഉള്ളിലേക്ക് കയറി പോവുക. നോക്ക് നോക്ക് നോക്ക്. റോങ് സ്ഥലത്ത് കയറി പിടിച്ചേ. ഇനിയിപ്പോ കയർ അതിൽ കെട്ടിയിട്ടേക്കായിരിക്കോ? സൂര്യണ്ണൻ പറഞ്ഞ എല്ലാം കറക്റ്റാ. ഭയങ്കര അതിശയം തന്നെ. വന്ന് മണത്ത് നോക്കുന്ന വാസ്തു നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്തേക്കൊരു കയർ പോകുന്നുണ്ട്. ഇത്ര വെയിറ്റ്. ബോധമില്ലാതെ കിടക്കുന്നു. കിടക്കുന്ന കിടപ്പുണ്ട. അലമാര കെട്ടിപ്പിടിച്ചാ കിടന്നു പോകുന്നത്. നിക്ക് നിക്ക് നിക്ക്. പോയി തുണി എടുത്തിട്ട് വാ. നിക്ക് 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 നിക്ക്. ഇവിടെ ഒരു തുണിയുണ്ട്.
സ്വാമിയുടെ ഇയാളെ കണ്ടിട്ട് രാത്രി പറക്കുന്നത് പോലെ അതൊന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന രോഗം. നിങ്ങളൊക്കെ എന്നെ ഇവിടെ കൊണ്ടുപോവാ. എന്നെ നിർത്ത്, താഴെ നിർത്ത്. അയ്യോ അയ്യോ, ആരാ നിങ്ങളൊക്കെ? വേണ്ട, വിടടാ. എന്നെ എന്ത് ചെയ്യാ? നാട് മൊത്തം കൊളയടിക്കില്ല താൻ. പോയി ചാവ്. ഒന്ന് വേഗം പോടാ. നമ്മുടെ ജീവിതം മാറാൻ പോവാണ് ജാനി. ഇത്രയും കാശ് നമ്മൾ എന്താ ചെയ്യാ? പൈസ ഒക്കെ ചെലവാക്കാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്. നീ സമാധാനമായിട്ട് അടിച്ച് പൊളിക്കണം പൈസ വെച്ച്. ഞാൻ ഈ കാശ് വെച്ചൊരു കലക്ക് കലക്കും നോക്കിയോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയോ? ഞാൻ ആദ്യം പിന്നെ ഉണ്ടല്ലോ പിന്നെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു. ഞാൻ ഒരു കലക്ക് എടാ, നീ എന്നോട് വണ്ടി നിർത്തിയേ. എടാ പൊട്ടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സഡൻ ബ്രേക്ക് ഇടരുതെന്ന് അല്ലേ? ജാനി ആരടാ അതിനിടയ്ക്ക് ശുഭമെന്ന് എഴുതി കാണിച്ചത്? മാറ്റടാ. എടാ ജാനി, എന്താടാ സംഭവം? നീ എന്തോസം മിണ്ടാത്തെ? എന്താണ് പറ്റിയേ? ഞാൻ എന്തിനാ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി? നീ എടാ ജാനി, അത് ആരാടാ? ഇന്നത്തോടെ നമ്മുടെ ചെട്ടി ഗ്യാങ് മുഴുവനായിട്ട് കുഴിച്ചു മൂടേണ്ടി വരും. ഇനി ശുഭമെന്ന് എഴുതി കാണിച്ചോടാ. അതന്നെ അറിയാച്ചാ. മോനെ, എനിക്കൊരു പുതിയ ഷർട്ടും പുതിയ ചെരുപ്പൊക്കെ അയക്കടാ. നീ എന്താന്ന് വെച്ചാ ചോദിക്കേ. ആ ചെറിയ പറയും. എനിക്കൊരു പട്ടുസാരിയും പിന്നെ നല്ല കട്ടിയുള്ള നെക്ലേസ് അയച്ചതാ.